വൈകുന്നേരം വീട്ടിൽ വെറുതെ ഫോണും നോക്കി ഹാളിലിരിക്കുന്ന കിച്ചുവിനെ നോക്കി കളിയാക്കുകയാണ് കണ്ണൻ. എന്തോന്ന് നോക്കണേ? ഒരു കുഞ്ഞു പൈതലിനെ പ്രേമിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നുന്നടാ? കണ്ണൻ കിച്ചുവിൻ്റെ മേലേക്ക് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു കുഞ്ഞു പൈതൽ? കണ്ണൻ പറഞ്ഞത് കേട്ട് ഫോണിൽ നോക്കിയിരുന്ന് കിച്ചു പിറുപിറുത്തു. അതെ മിസ്റ്റർ, അതൊരു കുഞ്ഞു പൈതലാണ്, കണ്ണൻ പറഞ്ഞു. നിന്റെ ആ കുഞ്ഞി പൈതലിൻ്റെ വായിൽ വരുന്ന പ്രണയത്തിൻ്റെ സാഹിത്യങ്ങൾ കേട്ടില്ലേ നീയെ? 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പ്രണയത്തെക്കുറിച്ചാണോ പഠിപ്പിക്കുന്നത്? കിച്ചുവിൻ്റെ മുഖത്ത് പുച്ഛമാണ്. ഓ പിന്നെ, അതെങ്ങനെയാ? എൻ്റെ പൈതലിൻ്റെ മനസ്സിൽ ഒരു കാട്ടുമാക്കാൻ വന്ന് കുടിയിരിപ്പല്ലേ? കാട്ടുമാക്കാൻ നിന്റെ തന്ത! അതും പറഞ്ഞ് സോഫയിലിരുന്ന് റിമോട്ട് എടുത്ത് കണ്ണന് നേരെ എറിഞ്ഞു കിച്ചു. അവൻ്റെ തന്ത നിന്റെയും തന്തയാണെന്ന് പൊന്നുമോ മറക്കരുത് കേട്ടോ. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന മഹാദേവൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അമളി പറ്റിയത് കിച്ചു ഓർത്തത്. കണ്ണൻ അവനെ നോക്കി ആക്കി ചിരിച്ചു. അപ്പോഴേക്കും ഗീതയും അവർക്കടുത്തേക്ക് വന്നു. എന്താടാ മോനെ കാര്യം? മഹാദേവൻ ചോദിച്ചു. എന്ത് കാര്യാ അച്ഛാ? നിന്റെ ചേട്ടൻ പൈതൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ? ഗീത ചോദിച്ചതും കിച്ചു കണ്ണനെ നോക്കി. എല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് കണ്ണുകൊണ്ട് പറഞ്ഞ് കണ്ണൻ ഗീതയ്ക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? കണ്ണൻ എങ്ങനെ തുടങ്ങുമെന്നറിയാതെ കിച്ചുവിനെ നോക്കി. അവനാണേൽ കാര്യമായി എന്തോ ഫോണിൽ നോക്കുന്നത് പോലെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. അച്ചുവിൻ്റെയും ഈ ഇരിക്കണ എൻ്റെ ഇളയ പുത്രൻ്റെയും കാര്യമല്ലേ? ഞങ്ങൾക്ക് സമ്മതാണടാ. ഗീത പറഞ്ഞതും കിച്ചുവിൻ്റെയും കണ്ണൻ്റെയും മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി. എന്താടാ ഇങ്ങനെ ഞെട്ടുന്നേ? ഞാനേ നിന്നെയൊക്കെ പ്രസവിച്ച അമ്മയാണ്, അതുകൊണ്ട് നിങ്ങളുടെ മാറ്റം എനിക്ക് മനസ്സിലാവും. നിന്റെ മാത്രമല്ല അച്ചുവിൻ്റെയും. എൻ്റെ കുഞ്ഞല്ലേടാ അവള്. ഗീത പറഞ്ഞതും കിച്ചുവിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ മഹാദേവനെ നോക്കി. അവനെ നോക്കി അയാളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. കിച്ചു എഴുന്നേറ്റ് അമ്മയ്ക്കടുത്ത് പോയിരുന്നു. അമ്മ, എനിക്കറിയില്ലായിരുന്നു അവൾക്ക് എന്നോട് പ്രണയമാണെന്ന്. എനിക്കത് നേരത്തെ തന്നെ മനസ്സിലായതാടാ മോനെ. എങ്ങനെ? കണ്ണനും കിച്ചുവും മുഖത്തോട് മുഖം നോക്കി. ഞാനേ അച്ചുവിനെ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അവളിലെ മാറ്റം എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. അമ്മയുടെ അച്ചുമോളിക്ക് അസ്ഥി പിടിച്ചിരിക്കുകയാണ് അമ്മയുടെ ഈ ഇളയ പുത്രനെ. കണ്ണൻ ആക്കിയ രീതിയിൽ പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ നോക്കി. ഡാ മോനെ, ഞാനൊരു കാര്യം പറയാം. മഹാദേവൻ പറഞ്ഞതും കിച്ചു അയാളെ നോക്കി, ഒപ്പം കണ്ണനും. മര്യാദയ്ക്ക് എൻ്റെ കൊച്ചിനെ കിട്ടി അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം കേട്ടല്ലോ. മഹാദേവൻ പറഞ്ഞതും കിച്ചു ഞെട്ടി പണ്ടാരം മടങ്ങി. എൻ്റെ അച്ഛാ, അതൊരു ചെറിയ കുട്ടിയല്ലേ. എന്ന് വെച്ച് നിനക്കതിനെ ഇഷ്ടമല്ല എന്ന് പറയാൻ നിൽക്കണ്ട. മഹാദേവൻ പറഞ്ഞതും കിച്ചു ഒന്ന് ചമ്മി ചിരിച്ചു. മോനെ, അമ്മ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. വേഗം ചെന്ന് അതിനെ അങ്ങ് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്ക്. വേറെ ആരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതിൻ്റെ മനസ്സെങ്ങാനും മാറിപ്പോയാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ഗീത പറഞ്ഞതും കണ്ണനും കിച്ചുവും അത്ഭുതത്തോടെ അമ്മയെ നോക്കി. അമ്മ എന്തൊരമ്മയാണമ്മേ, സ്വന്തം മോനെ പ്രേമിക്കാൻ നിർബന്ധിക്കുന്നു? കണ്ണൻ ചോദിച്ചു. ഒന്ന് പോടാ ചെക്ക, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. എൻ്റെ അച്ചുമോള് എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അതിനെ എങ്ങാനും കരയിപ്പിച്ച നിന്നെ ഞാൻ ഈ വീടിൻ്റെ പടി കടത്തില്ല. അച്ഛനൊന്നും പറയാനില്ലേ? കണ്ണൻ ചോദിച്ചു. എൻ്റെ ഗീത പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. പിന്നെ നിന്റെ ചേട്ടൻ്റെ ഒപ്പം കൂടി ഇത്തിരി ബുദ്ധിക്കുറവ് വന്നിട്ടുണ്ടോ അതിനെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നീയൊന്ന് സൂക്ഷിച്ചോ. അതും പറഞ്ഞ് മഹാദേവൻ എഴുന്നേറ്റ് പോയി, ഒപ്പം ഗീതയും. അതെന്താടാ അച്ഛനിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പോയേ? എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നിനക്ക് ബുദ്ധിയില്ലെന്ന് വളഞ്ഞുകൊണ്ട് പറഞ്ഞതാ അച്ഛൻ. നീ ടെൻഷനാവേണ്ട, അച്ഛനൊരു സത്യം പറഞ്ഞതല്ലേ. കിച്ചു അവനെ നോക്കി ആക്കിയൊന്ന് പറഞ്ഞു. പോടാ. ഫ്രഷാണല്ലോ. ഇന്നെന്താ അമ്മേ കറി? അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അച്ചു രാധികയോട് ചോദിച്ചു. വേണേ വന്ന് നോക്കടി. അമ്മ ഒച്ചയെടുത്ത് പറഞ്ഞതും TV-യിൽ നോക്കിയിരുന്ന അഞ്ജു അച്ചുവിനെ നോക്കി കളിയാക്കി ചിരിച്ചു. അവളെ നോക്കി കോക്രി കാണിച്ചുകൊണ്ട് അച്ചു അടുക്കളയിലേക്ക് പോയി. അയ്യേ, പരിപ്പോ? കുക്കറിൽ പരിപ്പ് കുത്തി കാച്ചിയത് ഇരിക്കുന്നത് കണ്ടതും അച്ചുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. വേണേ കഴിച്ചാൽ മതി. വലിയ പണക്കാരൻ്റെ മോളല്ലേ എന്നും ചിക്കനും മീനും കഴിക്കാൻ. അമ്മ നിഷ്കരണം പുച്ഛിച്ചതും അച്ചു അമ്മയെ നോക്കി ചുണ്ടുകൂട്ടി. എനിക്ക് അമ്മയുടെ പരിപ്പ് വേണ്ട, നിനക്ക് അവിടെ പോയി കഴിക്കാനല്ലേ. അമ്മ മനസ്സിലാക്കി കളഞ്ഞു. അമ്മയെ പുച്ഛിച്ചുകൊണ്ട് അവൾ നേരെ മുന്നിലേക്കോടി.
ഉമ്മറത്ത് ആരെയും കാണാതെ വന്നതും ഹാളിലേക്ക് കയറി. അവിടെയും ആരെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ അച്ചു അടുക്കളയിലേക്ക് കയറി. അടുക്കളവാതിൽ നിന്നും അങ്ങോട്ട് കയറാതെ അച്ചു മടിച്ചു നിന്നു. എന്താണെന്നല്ലേ, അടുപ്പിൽ എന്തോ ഉണ്ടാക്കുകയാണ് അപ്പച്ചി. അപ്പച്ചിക്ക് തൊട്ടുപുറകിൽ അമ്മാവൻ അപ്പച്ചിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇത് ബെഡ്റൂം അല്ല മിസ്റ്റർ അമ്മാവ, എൻ്റെ അപ്പച്ചി, അടുക്കളയാണ്, അടുക്കള. അച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അബദ്ധം പറ്റിയതുപോലെ മഹാദേവൻ തിരിഞ്ഞവളെ നോക്കി. മോളെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറേ ആയി എൻ്റെ അമ്മാവ. അച്ചു അത് പറഞ്ഞതും മഹാദേവൻ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങി. ചമ്മണ്ട അപ്പച്ചി കുട്ടിയെ. ഗീത അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. ഇവിടെ എന്താ അപ്പച്ചി കറി? മീൻകറിയുണ്ട്, പിന്നെ മുട്ട പൊരിച്ചതുണ്ട്. അപ്പോൾ ഞാൻ വന്നത് വെറുതെ ആയില്ല അല്ലേ? അച്ചു ഗീതയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു കാണിച്ചു. ഞാനൊന്ന് കണ്ണേടനെ കണ്ടിട്ട് വരാം. അടുക്കളയിൽ നിന്ന് കണ്ണൻ്റെ മുറിയിലേക്ക് നടന്നു. അവിടെ ആരെയും കാണാതെ വന്നതും അച്ചു സംശയിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. ഈ കണ്ണേട്ടൻ എന്താ എവിടെ പോയി? അപ്പോഴാണ് ചാരിയിട്ട കിച്ചുവിൻ്റെ മുറി കാണുന്നത്. ഒരു കുറുമ്പോടെ അങ്ങോട്ട് നടന്നു. വാതിൽ തുറന്ന് നോക്കി. ഇല്ല, ആരെയും കാണുന്നില്ല. പിന്നെ മുറിയിലേക്ക് കടന്നു. ബെഡിൽ ഒരു ബനിയൻ കിടക്കുന്നുണ്ട്. രാവിലെ മൊത്തം കിച്ചേട്ടൻ ഇട്ടിരുന്ന ബനിയനാണത്. അത് പോയി കയ്യിലെടുത്തു. അതിലേക്ക് മുഖം ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലിരുന്നു. കിച്ചേട്ടൻ്റെ മണം, വിയർപ്പും പെർഫ്യൂമും കലർന്ന ഗന്ധം, തന്നെ മനം പിടിപ്പിക്കുന്ന സുഗന്ധം. കിച്ചേട്ടനെ കാണാൻ അച്ചുവിൻ്റെ ഉള്ളം തുടികുട്ടി. പെട്ടെന്നാണ് ആരോ വാതിൽ തുറന്ന് അങ്ങോട്ട് കയറി വന്നത്. കയ്യിലെ ബനിയൻ ബെഡിലേക്ക് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു അച്ചു. കയ്യിലെ ബനിയൻ എറിഞ്ഞുകൊണ്ട് ആരാണ് വന്നതെന്ന് നോക്കാനായി കണ്ണ് അങ്ങോട്ട് പായിച്ചു. കിച്ചേട്ടനാണെങ്കിൽ എന്ത് പറയുമെന്നൊരു ടെൻഷനും അച്ചുവിൻ്റെ മുഖത്ത് നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന കണ്ണേട്ടനെ കണ്ടതും അച്ചുവിൽ ആശ്വാസം നിറഞ്ഞു. നീ എന്താ ഇവിടെ? പെട്ടെന്ന് വാതിൽ തുറന്ന് കയറി വന്നതും മുന്നിൽ നിൽക്കുന്ന അച്ചുവിനെ നോക്കിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു. ഞാൻ നിങ്ങളെ അന്വേഷിച്ച് അപ്പച്ചി പറഞ്ഞു വിട്ട്. വായിൽ വന്ന കള്ളം അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോഴാണ് കണ്ണൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. മോളെ അച്ചൂട്ടി, എൻ്റെ ഒരു ബ്ലാക്ക് ബനിയൻ മുകളിൽ അഴയിലുണ്ടാകും, ഒന്ന് എടുത്തിട്ട് വരുമോ? ഒന്ന് പോയേട്ടാ, എനിക്ക് പറ്റില്ല, അച്ചു മുഷിച്ചിലോടെ പറഞ്ഞു. അങ്ങനെ പറയില്ലെൻ്റെ അച്ചൂട്ടിയെ, ഒന്ന് എടുത്തിട്ട് വായോ, ഡയറി മിൽക്ക് വാങ്ങിത്തരാം. ഡയറി മിൽക്ക് എന്ന് കേട്ടതും അച്ചു കണ്ണനെ നോക്കി ചിരിച്ചു. സത്യമായിട്ടും വാങ്ങിത്തരുമോ? പറ്റിക്കില്ലല്ലോ. ഇല്ലടി, ചെല്ല്. എന്നാ ഓക്കെ, ദിപ്പം എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അച്ചു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. കണ്ണൻ അതുകൊണ്ട് അപ്പോൾ തന്നെ ഫോണെടുത്ത് കിച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്താടാ? കണ്ണൻ്റെ മുറിയിലിരുന്ന് കിച്ചു കോൾ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു. മോനെ, നിനക്കൊരവസരം ഒപ്പിച്ച് തന്നിട്ടുണ്ട്, നീയത് വേണേ മുതലാക്കിക്കോ. എന്തോന്നവസരം? ഒന്നും മനസ്സിലാവാതെ കിച്ചു ചോദിച്ചു. ഓ എടാ നാറി, അച്ചി ഇപ്പോൾ ടെറസിലേക്ക് പോയിട്ടുണ്ട്. ഈ പാതിരാത്രി അവൾക്കെന്താ അതിൻ്റെ മുകളിൽ പരിപാടി? എടാ, ഞാൻ പറഞ്ഞു വിട്ടതാ അതിനെ. നീ എന്തൊരു സാധനമാണടാ പട്ടി, ഈ രാത്രി അതിനെ ഒറ്റയ്ക്ക് മുകളിലേക്ക് വിട്ടേക്കുന്നു. എടാ കോപ്പേ, നിനക്കൊരു അവസരം ഉണ്ടാക്കി തന്നതല്ലേ ഞാൻ. നീ എന്ത് കോപ്പായി പറയണേ? അവൾ ടെറസിൻ്റെ മുകളിൽ പോയതിന് എനിക്കെന്ത് അവസരം? എടാ മോനെ, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് ചെല്ല്, അവളുടെ അടുത്തേക്ക്. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എടാ മോനെ, ചെന്ന് ഇഷ്ടമാണെന്ന് പറയടാ അതിനോട്. ഞാനോ? നീയല്ലാതെ ഞാൻ ചെന്ന് പറയണോ കോപ്പേ? അല്ലടാ, ഇത്ര പെട്ടെന്ന്. എന്നാ പിന്നെ മോൻ അവിടെ ഇരിക്കെ, കൊച്ചിനെ വേറെ ഏതെങ്കിലും ചെക്കന്മാർ വന്ന് കുത്തിക്കൊണ്ടു പോകും. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇനിയെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോടാ നാറി. അതും പറഞ്ഞ് കിച്ചു ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ സമാധാനം പോയി. ഇനി വേറെ ആരേലും? എന്തായാലും പറയണം, ഇപ്പോൾ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. അതും പറഞ്ഞ് കിച്ചു വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു. കോണിപ്പടി കടന്ന് മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടു അഴയിൽ വിരിച്ചിട്ട തുണിയിൽ എന്തോ തിരയുന്ന അച്ചുവിനെ. റെഡ്, വെള്ള, ബ്ലാക്ക് ബനിയൻ കാണാനില്ലല്ലോ. 2 ബനിയൻ നോക്കി ചുറ്റും നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. കണ്ണേട്ടാ, ഇവിടെ ബ്ലാക്ക് ബനിയൻ ഇല്ലല്ലോ. അച്ചു മുകളിൽ നിന്നും താഴേക്ക് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഒന്നുകൂടി നോക്കേണ്ട അച്ചൂട്ടിയെ, കണ്ണൻ ഉറക്കെ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു. അച്ചുവിൻ്റെ ഭാവം കണ്ടതും കിച്ചുവിന് ചിരി പൊട്ടി. അവളെ നോക്കി കിച്ചു പാടിത്തുടങ്ങി. കണ്ണൻ്റെ ബനിയൻ തിരിയുന്നതിൻ്റെ ഇടയിൽ പുറകിൽ നിന്നാരോ പാടുന്നത് കേട്ടതും അച്ചു തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുന്നവനെ കണ്ടതും അച്ചു ഞെട്ടി. കിച്ചേട്ടൻ. അച്ചുവിൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. കിച്ചു ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു വന്നു.
അച്ചുവിൻ്റെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. ആകെക്കൂടെ ഒരു വെപ്രാളം, ഉള്ളിൽ നിന്നൊരു സന്തോഷം ചിറകടിച്ചുയരുന്നത് പോലെ. എന്താണ് ഈ പാതിരാത്രി ഇവിടെ പണി? ഒന്നും അറിയാത്ത മട്ടിൽ കിച്ചു നോർമലായി അവളോട് ചോദിച്ചു. അത് ഞാൻ കണ്ണേട്ടൻ ബനിയൻ എടുക്കാൻ. എന്ത് പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞ് വിക്കിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും കിച്ചുവിൽ അത്ഭുതം നിറഞ്ഞു. താൻ അടുത്ത് വരുമ്പോൾ അവൾക്ക് ഇത്രയ്ക്ക് വെപ്രാളാണോ? കണ്ണൻ്റെ അടുത്ത് കുറുമ്പ് കാണിക്കുന്നവളെ അവൻ ഓർത്തു. ആ, അച്ചൂട്ടിക്ക് വിക്ക് തുടങ്ങിയോ? കിച്ചു അവളെ കളിയാക്കി പറഞ്ഞതും അച്ചുവിൻ്റെ ചുണ്ടുകൾ കുറുത്തു. അത് ഞാൻ പെട്ടെന്ന്. എൻ്റെ ദേവി, കിച്ചേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രം എനിക്കെന്താ ഇങ്ങനെ വിക്ക്? അച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഇളിച്ച് കാണിച്ചു. എന്നിട്ട് ബനിയൻ കിട്ടിയോ? കിച്ചു ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ചെക്കൻ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇല്ല, റെഡും വെള്ളയുമുണ്ട്, ബ്ലാക്ക് മാത്രം കാണാനില്ല. ചുറ്റും നോക്കിക്കൊണ്ട് അച്ചു അവനോട് പറഞ്ഞു. വീണ്ടും നോക്കാൻ തുടങ്ങി. ഞാനും കൂടാ നോക്കാൻ. അതും പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ അവനും ബനിയൻ നോക്കുന്നത് പോലെ കാണിക്കാൻ തുടങ്ങി. അച്ചു ആണിൽ ടെറസിൻ്റെ മുകളിൽ നോക്കുകയാണ്. എന്നാലും ആ ബനിയൻ എവിടെ പോയി? അച്ചു മനസ്സിൽ പറഞ്ഞു. കിച്ചുവാണിൽ അച്ചുവിൻ്റെ മുന്നിൽ ബനിയൻ നോക്കാൻ എന്ന രീതിയിൽ അച്ചുവിനെ നോക്കുകയാണ്. നീലയിൽ വെള്ള പൂക്കളുള്ള കോട്ടൻ്റെ ഒരു ചുരിദാറാണ് ഇട്ടേക്കുന്നത്, ബ്ലാക്ക് ലെഗിൻസും. മുടി മുകളിലേക്ക് കയറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. മുഖത്ത് എണ്ണമയം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബനിയൻ നോക്കുന്നതിനിടയിൽ കണ്ണനെ നന്നായി ചീത്ത പറയുന്നുമുണ്ട്. അത് കണ്ടതും കിച്ചുവിനെ ചിരി പൊട്ടി. എന്തിനാ ചിരിക്കണേ? കിച്ചു ചിരിക്കുന്നത് കണ്ടതും അച്ചു ബനിയൻ നോക്കുന്നത് നിർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. കിച്ചു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ചിരിച്ചവളോട് പറഞ്ഞു. ഓഫ്, എന്നാ രസമായി ഇങ്ങോരുടെ ഈ ചിരി. അച്ചുവിൻ്റെ അതരത്തിൽ പൊടിയുന്ന പുഞ്ചിരി കിച്ചുവും കണ്ടിരുന്നു. നീയിപ്പോൾ 10-ലല്ലേ? എങ്ങനെ തുടങ്ങണമെന്നറിയാതെ കിച്ചു അവളോട് ചോദിച്ചു. അതെ. താല്പര്യമില്ലാതെയാണ് അച്ചു അത് പറഞ്ഞത്. നീ പഠിക്കുന്നുണ്ടോ? ആ കിച്ചേട്ടാ, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. ഉഴപ്പി നടക്കാതെ നന്നായി പഠിക്കണം കേട്ടല്ലോ. SSLC ആണ്, അത് മറക്കരുത്. കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു. ഓഹ് ബുജ്ജി. അച്ചു മനസ്സിൽ പിറുപിറുത്ത് എന്നിട്ട് അവനെ നോക്കി. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. റിസൾട്ട് വരുമ്പോൾ ഇത് തന്നെ പറയണം കേട്ടോ. ഓ, അച്ചുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ബയോളജി. ഒട്ടും താമസിക്കാതെ തന്നെ ഉത്തരവും വന്നു. ഇഷ്ടമില്ലാത്തതോ? മാത്സ്. മുഷിച്ചിലോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അച്ചു പറഞ്ഞു. മാത്സ് നന്നായി പഠിക്കണം. ആ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിച്ചുവേട്ടാ. ആദ്യം സംസാരിക്കുമ്പോഴുള്ള പേടി അവളിൽ നിന്ന് നന്നേ വിട്ടുപോയിരുന്നു. വേണേൽ മാത്സ് ഞാൻ പഠിപ്പിച്ചു തരാം. കിച്ചു അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് മാത്സ് ഒന്നും അറിയില്ല, കിച്ചേട്ടൻ പഠിപ്പിക്കൂ. മാത്സ് പഠിപ്പിക്കുക എന്ന ആഗ്രഹവും ഒപ്പം കിച്ചുവിൻ്റെ ഒപ്പം ഇരിക്കാമെന്നുള്ള മോഹവും അവളിൽ പെട്ടെന്ന് തന്നെ ഉദിച്ചു. പിന്നെന്തേ, പഠിപ്പിക്കാം. നാളെ തൊട്ട് തുടങ്ങാം. കിച്ചു പറഞ്ഞതും അച്ചുവിന് സന്തോഷം തോന്നി. അച്ചുവിനെ നോക്കവേ കിച്ചുവിൽ ഒരു കുസൃതി ചിരി വിടർന്നു. അച്ചു വീണ്ടും കണ്ണൻ്റെ ബനിയിൽ നോക്കാൻ തുടങ്ങി. എങ്ങനെയാണ് തൻ്റെ മനസ്സിലുള്ളത് ഈ ഒരു ഒരുവളോട് പറയുക എന്നോർത്ത് കിച്ചുവിൽ ഒരു പരിഭ്രമം നിറഞ്ഞു. പിന്നെ കണ്ണനും അമ്മയും പറഞ്ഞതുപോലെ വേറെ ആരെയും ഇതിനെ കൊത്തിക്കൊണ്ടു പോയാൽ എനിക്ക് സഹിക്കൂല. അത്രയ്ക്കിഷ്ടമാണ് കണ്ണൻ്റെ ഈ പൈതലിനെ എനിക്ക്. കിച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു. അച്ചുവാണേൽ കണ്ണനെ നല്ലോണം സ്മരിക്കുകയാണ്. അതിൻ്റെ ഫലമെന്നോണം അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം സ്ലാബിൽ കയറിയിരുന്ന് ചിപ്സ് തിന്നുന്ന കണ്ണൻ നന്നായി തുമ്മുന്നുമുണ്ട്.